ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് റമദാൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മുട്ട കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണ്, മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. റമദാൻ ഈ വർഷത്തെ ആദ്യ റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കാം ഏതെല്ലാം ഞാൻ എടുക്കുന്നതെന്നുള്ളത്. ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തോന്നിയതാണ്. കുബൂസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്നേക്ക് ഡേറ്റ് തീരും. അപ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നും അതിൻ്റെ തോന്നിയപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം 4 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പക്ഷേങ്കിൽ പിന്നീട് 2 ഉള്ളി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ, അതിൽ നിന്ന് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, 3 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കുബൂസ് വലിയ കുബൂസാണ്, ചെറുതും എടുക്കാം കേട്ടോ. ചെറുതെടുക്കുന്നതാണെങ്കിൽ 4 ഉള്ളി അത്രേ വേണ്ടുള്ളൂ. ഞാൻ വലുതാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണമാണ് നമ്മൾ പോളക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു റെസിപ്പി ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടേനും ഈ ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം. പക്ഷെ കറക്റ്റാണ്. സാധാരണയില്ല ഇവിടെ കുബൂസ് അങ്ങനെ വാങ്ങലില്ല, കാരണം കറിക്കെല്ലാം ചപ്പാത്തിയും അല്ലെങ്കിൽ പൊറാട്ട എല്ലാം കഴിക്കല്. പിന്നെ ഒരു പുതിക്ക് വേണ്ടി വാങ്ങിയതാണ്. സൗദി അറേബ്യയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ, ആ കിസ്ത കഴിക്കേണ്ടിയിട്ട് മേടിച്ചതാണ്. ഈ ഒരു മസാലക്ക് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് സാധാരണ മുട്ട പുഴുങ്ങൽ, നോർമലായിട്ടും വെച്ചാലും മതി. അപ്പം മുട്ട ഞാൻ ചെറുങ്ങനെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റോൾഫോർഡിൻ്റെ പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ അടുത്ത് കുറേ ആയി കേട്ടോ. ഇതുകൊണ്ട് വേറൊരു പ്രൊഡക്റ്റും ഉണ്ട്. ഇതിൽ മുന്നേ ഞാൻ ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ട് ഒരു പോള ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അധികം ഒന്നും ആരും കണ്ടിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ ചിക്കൻ മസാലയാന്ന് തോന്നുന്നു ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിരുന്നു അത്. മസ്റ്റ് നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കുക. റമദാനിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ അത് മാത്രമല്ല, 2 വർഷം മുന്നേ സ്പാനിഷ് പോള എന്നുള്ള റെസിപ്പി ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റെസിപ്പി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് ആ ടൈമിന് വീഡിയോ ഇടേണ്ടതോ എടുക്കേണ്ടതോ ഒന്നും അറിഞ്ഞൂടാ. അത് ഷോർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, സൗണ്ടൊന്നുമില്ല, പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാനത് ബ്രെഡും പൊട്ടാറ്റോ വെച്ചിട്ടാണ് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 4 മുട്ടയും റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മസാലയിൽ മിക്സാക്കാനല്ല, ലാസ്റ്റ് ടൈം വെക്കാനാണ് കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം മസാലേൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നതാണ്. നേരത്തെ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 4 ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ലാസ്റ്റ് ഇത് കടിക്കുമ്പോൾ ഒരു ക്രീമി ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളത്. ആ ഒരു അളവ് കണക്കൂട്ടിയാൽ മതി. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയാണെങ്കിൽ കുനുകുനാന്നരിയാണ്ട് കുറച്ച് വലുപ്പത്തിലാണുള്ളത്. ഉള്ളി പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുകിൽ ഒന്നും കൂടിയും കട്ട് ചെയ്തിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതും ഞാൻ നേരത്തെ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു ഐക്കേൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അതിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കത്തി കൊണ്ട് മുറിച്ചാലും മതി. ഇതാകുമ്പോൾ എനിക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുറിച്ചിടുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട, ഞാൻ അധിക വീഡിയോയിലും കാണിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടുന്നില്ല, അതിൽ മുന്നേ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേഗം ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോവരുതേ. ഇനി അതിനുശേഷം ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം. വാട്ടാൻ പിന്നെ പറയണ്ടില്ലല്ലോ. അത് കഴിഞ്ഞ ഉടനെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇനി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ റെഡിയാവുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം മൂടി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ മാറിയിട്ടുണ്ട്. അപ്പം ഇനി മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസിയാണ്. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിന് കുറച്ച് കുറവ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്നാ വേണ്ടേ, ഇതെല്ലാം മൊത്തത്തിലൊന്ന് വാട്ടിയെടുക്കണം, നന്നായിട്ടൊന്ന് വാറ്റണം. അതിൻ്റെ പച്ച മണയെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഈ ഒരു മസാലയിൽ നമ്മളൊന്നും ഇടുന്നില്ല, ചിക്കനോ മുട്ടയോ ഒന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇനി ലാസ്റ്റ് നേരത്തെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിച്ചപ്പ് രണ്ടും മിക്സാണ് കേട്ടോ. മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ മല്ലിയിലയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞപ്പം ഒരാൾ കമൻറ്റ് ചോദിച്ചിന് ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയാണോന്ന്. നമ്മളെ കണ്ണൂർ
കണ്ണൂർ നമ്മളെ നാട്ടിലുള്ളതെല്ലാം ഇലക്ക് ചപ്പ് എന്നാണ് പറയുക, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ദോശക്കെല്ലാം അങ്ങനെ തന്നെ കഴിക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു കറക്റ്റ് അളവിൽ എനിക്കിത് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ തന്നെ കിട്ടുമെന്ന്. ഞാൻ എന്തും ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. പിന്നീട് രണ്ടാമത് ഉണ്ടാക്കുമ്പം വേറെ രീതിയിലായിരിക്കും ആവുക, അതേ ടേസ്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയല്ല, ഞാനൊന്ന് വീഡിയോ എടുക്കും ആദ്യം, പിന്നീട് ഞാനത് നോക്കി ഉണ്ടാക്കുക ചെയ്യാം. ഇനി ഒരു ഗ്ലാസിന്റെ ബൗളിൽ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 4 വേണ്ടയില്ല, 3 വേണ്ടുള്ളൂ. ഇനി 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാണിച്ച ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്, ഞാൻ ഈ പറയുന്നത് കറക്റ്റ് ആണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കാം കേട്ടോ, അതും ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലി ഇല അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വായിൽ മല്ലിച്ചപ്പ് തന്നെയാണ് വരുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുബൂസ് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിന്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ കഴുകി എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് RKG പുരട്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺസാൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് മൊത്തം കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് ഓഫാക്കിയത്. നേരത്തെ ചെയ്തു വെച്ച മുട്ടക്കൂട്ടിൽ കുബൂസ് നന്നായിട്ട് മുക്കി കൊടുത്തിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മസാല, ഈ ഒരു ഉള്ളി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും മിക്സ് ആക്കിയിട്ട് ഇടുകയും ചെയ്യട്ടാ. ഇപ്പം ഞാൻ മുട്ട വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. മസാല നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ടായി കട്ട് ചെയ്ത മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ആ മസാലേൻ്റെ മുകളിൽ ഫുള്ളായിട്ട് എത്തുന്ന തരത്തിൽ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും കുബൂസ് മുട്ടക്കൂട്ടിൽ മുക്കിയെടുക്കണം. കുബൂസായിട്ട് മാത്രമല്ല ചപ്പാത്തിയിലും എല്ലാം ചെയ്തെടുക്കാം. നമ്മളെ നാട്ടിൽ ചട്ടിപ്പത്തിരിയിൽ മറ്റു ഉമ്മ ഉണ്ടാക്കലുണ്ട്. ഉമ്മ കുക്കറിലാണ് വെക്കല്. അത് അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അത് നാടനാണ്. ഇതൊരു അറബ് വേർഷൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആ മസാലേൻ്റെ മുകളിൽ കുബൂസ് വെച്ചിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മസാല വെക്കുക, മുട്ട വെക്കുക, ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമെല്ലാം നോമ്പായി കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പോളകളേനും ഉണ്ടാക്കിയെടുക്കല്. ഇറാനി പോള, സ്പാനിഷ് പോള, ഷവർമ പോള, പിന്നെ എപ്പോൾ ഉണ്ടാക്കുന്ന കായ്പോളയും, അങ്ങനെ കുറേ പോളകളേനും ഉണ്ടാക്കിയെടുക്കല്. പിന്നീടാണ് ഞാൻ ക്വാണ്ടിറ്റി കൂടുതലുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങിയത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ചെറിയ ചെറിയ സ്നാക്സ് ആണോ, അല്ലെങ്കിൽ പോളകളാണോ, അല്ലെങ്കിൽ മധുരമുള്ള പലഹാരങ്ങളാണോ, അങ്ങനെയെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റത്തെ കുബൂസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിലും എത്താത്ത സ്ഥലത്തെല്ലാം എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ. ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കരിഞ്ഞു പോവും. മുളകളെല്ലാം ഉണ്ടാക്കുമ്പം അടിയിൽ ഒരു തവ വെച്ച് കഴിഞ്ഞാൽ കരിയാണ്ട് നമുക്ക് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. പ്രത്യേകിച്ചിട്ട് ഞാൻ വലിയ ബർണറിലാണ് വെക്കുന്നത്. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു മുട്ടക്കൂട്ട് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്, ഉള്ളിലേക്കെല്ലാം. ഇനി ഇതിലേക്ക് ചെഡാർ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തവ നിങ്ങൾ അടിയിൽ വെക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ദോശയെല്ലാം ചുട്ടിട്ട് ഒരു പഴകിയ തവ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഈ നമ്മൾ ബിരിയാണിയെല്ലാം ദമ്മിടുമ്പം അങ്ങനെ ചെയ്യലുണ്ട്. ചീസ് നിങ്ങൾ വെച്ച കണ്ടല്ലോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ചെയ്ത് വെച്ച മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. 4 മുട്ട കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം നിങ്ങളോട് ചീസ് ഇല്ലാണ്ടും ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് ചീസ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി, ഈ മുട്ടയും വെക്കണമെന്നില്ല. എന്നിട്ടിത് മൂടി വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്ലെക്സ്, അതായത് ഉണക്ക് മുളക് പൊടിച്ചതാണ്, അതും പിന്നെ ഒറിഗാനോ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, കാരണം കുബൂസ് ആയതുകൊണ്ട് വേഗം ആയി കിട്ടും. കുറേ ടൈം വെക്കണമെന്നില്ല. ആ മുട്ടയിലൊന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ഒന്ന് ഞാൻ ഈ സൈഡിലൊന്ന് സ്പാച്ചിൽ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. എൻ്റെ ലൈറ്റിൻ്റെ കളർ കൊണ്ടാണ്, കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് RKG ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓൺ ആക്കണേ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലുള്ള കുബൂസ് പോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിഭാഗം കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടായതുകൊണ്ട് തന്നെ പൊള്ളുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോന്ന് പേടിച്ച് പോയിക്കാനും, പക്ഷേ പൊട്ടിപ്പോകാണ്ട് കറക്റ്റായിട്ട് അതിലേക്ക് വീണിട്ടുണ്ട്. ഇനി 1 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അടിയിലത്തെ ചീസെല്ലാം ഒന്ന് മെൽട്ടായിട്ടുണ്ടാവും. ഇനി
ഞാനിതൊരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുബൂസ് പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒന്നും പൊട്ടിപ്പോന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കുബൂസ് ആണെന്ന് പറയുന്നേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. സാധാരണ ഞാൻ ഇതിൻ്റെ മുകളിൽ വട്ടത്തിലരിഞ്ഞ ക്യാപ്സിക്കവും ടൊമാറ്റോ എല്ലാം വെച്ച് കൊടുക്കല. പക്ഷേ ഈ മുട്ട വെച്ച് കൊടുത്തോണ്ട് തന്നെ നല്ല രസമുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ മസാലയെല്ലാം ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസും കൂടി വെച്ചുകൊണ്ട് കടിക്കുന്ന സമയത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ഉണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് മക്കൾക്കെല്ലാം കൊടുക്കാൻ പോവാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതുണ്ടല്ലോ, മെയിനായിട്ട് ചെറിയ മക്കൾക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ മസാലേൻ്റെ അളവ് കുറച്ചിട്ട് കൊടുക്കലാണ് നല്ലത്. കാരണം പെൺകുട്ടികൾക്ക് എരിവ് കൂടുതലാന്ന് പറഞ്ഞിട്ട് കുറേ മസാല മാറ്റിയിട്ടാണ് അവർ കഴിച്ചിട്ടുള്ളത്. എന്നിട്ടും കഴിച്ചിട്ടുണ്ട്. അമ്മനും ഹസ്ബൻഡിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ സ്പൈസി കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് നോമ്പ് തുറയെല്ലാം ഉണ്ടാകുമ്പോൾ, ഒരു പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ മസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഗസ്റ്റിനെല്ലാം ഞെട്ടിക്കാൻ പറ്റിയത് ഒരു കിഡിലൻ സ്നാക്ക് പോളയാണിത്. മൈദമാവെല്ലാം കുഴച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ടൊന്നും ആക്കണമെന്നില്ലല്ലോ, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ, പ്രത്യേകിച്ചിട്ട് ടൈമില്ലാത്ത ടൈമിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. ഉണ്ടാക്കിയാൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്നാക്സ് റെസിപ്പീസ് എല്ലാം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അതും നമുക്ക് റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഒരു റമദാൻ്റെ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.